വചനത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. എല്ലാറ്റിനുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പകലിലും നമ്മുടെ ജീവിതത്തിൽ വലിയ വൻ കാര്യങ്ങളെ അവൻ്റെ ആത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനവും വചനത്തിൻ്റെ പൊരുളുകളെയും വേർപെടുത്തുന്നത് അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. ആമീൻ. പരിശുദ്ധാത്മാവ് വചനത്തെ നമ്മുടെ അകത്ത് ഗ്രഹിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. അതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല വിത്ത് നല്ല നിലത്ത് വീഴുമ്പോഴാണ് ഫലത്തിൽ വരുന്നത്. അതുപോലെ ഇന്നീ പകലിലും വിതയ്ക്കപ്പെടുന്ന വിത്ത് നല്ല നിലത്ത് വീണാൽ അത് 100 മേനിയായി ഫലത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവരും. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ കഴിവോ പ്രാപ്തിയോ അല്ല വചനത്തിൻ്റെ പൊരുളിനകത്തിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവെ, വചനത്തിൻ്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് വേർപെടുത്തി കർത്താവെ തരണമേയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജീവൻ ഞങ്ങളുടെ മേലുള്ളതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, പൗലോസ് പറഞ്ഞ് എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് ഈ പകലിലും കർത്താവ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, കേൾക്കുന്ന ജനത്തിനൊരു വിടുതലും കേൾക്കുന്ന ജനത്തിനൊരു അത്ഭുതമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വചനത്തിൻ്റെ മുഴുവൻ ശക്തിയെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല നാമത്തിലും മേലായ നാമം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും യേശു കർത്താവിന് കൊടുക്കുന്നു. അത് യേശുവിൻ നാമം തന്നെ. ആമീൻ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നു. പിശാചിനെക്കുറിച്ച് പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഒരിക്കൽ കൂടെ അതിനെ വായിക്കുന്നു. പിശാച് വരുന്നത് 2 കാര്യങ്ങൾ പറയുന്നു. 2 മണ്ഡലങ്ങളുണ്ട്. 1-ാമത്തെ മണ്ഡലം പറയുന്നു, പിശാചിനെക്കുറിച്ച് പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. യേശു പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 2 മേഖലകൾ നമ്മുടെ അകത്തൂടെ കടന്നുപോകണം. ഞാൻ കഴിഞ്ഞ ഇടങ്ങളിലെല്ലായിടത്തിൻ്റെ തുടർമാനമായാണ് ഈ വചനങ്ങൾ കൊണ്ടുപോകുന്നത്. ആമീൻ. ഇന്ന് ഈ പകലിൽ പറയണം, 2 മണ്ഡലങ്ങളുണ്ട്. 1-ാമത്തെ മണ്ഡലം പറയുന്നു, പിശാചിൻ്റെ ലക്ഷ്യം തകർക്കുവാനാണെങ്കിൽ യേശുവിൻ്റെ ലക്ഷ്യം പണിയപ്പെടുവാനാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിലുള്ള പ്രത്യേകം നമ്മൾ അറിയണം. യേശുവിൻ്റെ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്. ആമേൻ. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചോണം, പിശാചിന് നമ്മുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ടോ? നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടോ? പിശാചിന് നമ്മുടെ മേൽ യാതൊരുവിധ അധികാരങ്ങളുമില്ല. കാരണം നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. ഈ ജീവൻ പിശാചിൽ നിന്ന് ജയമെടുക്കുന്നതാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ അകത്തറിയണം, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ പകരപ്പെടുന്നത് പിശാചിൽ നിന്ന് നമുക്ക് ജയം തരുന്നതാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ പിശാച് ചലിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. പിശാച് ചലിച്ചെങ്കിലും പിശാചിന് നമ്മളെ തൊടുവാൻ പറ്റാത്ത വണ്ണം ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ കൂടെ നിൽക്കും. ഇവിടെ പറയുന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പിശാചിൻ്റെ ലക്ഷ്യം പറയുന്നു, അത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് എന്നിട്ട് പറയാം, ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കും. അപ്പോൾ നമ്മുടെ മേൽ ആരുടെ ജീവനുണ്ട്? ഇത് നമ്മൾ അറിയണം. യേശുവിൻ്റെ ജീവൻ നമ്മുടെ മേലുണ്ടെങ്കിൽ പിശാചിൻ്റെ ഏത് മണ്ഡലങ്ങളിലും നമ്മൾ ജയമെടുക്കും. ഹല്ലേലൂയ. പിശാച് വർഷം കൊണ്ട് നമ്മളോട് പോരാടിയതാകാം, നാളുകൾ കൊണ്ട് പോരാടുന്നതാകാം. പക്ഷെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജയമെടുക്കണം. ഞാൻ ഇത്രയും കൊണ്ടുവരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്തൊന്ന് കിടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിശാചിന് പല തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജയമെടുക്കണം.
പിശാചിൻ്റെ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലങ്ങളൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായ മണ്ഡലങ്ങളിൽ കൂടെ പിശാച് പ്രവർത്തിക്കും. പക്ഷെ ഇവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ മേലുണ്ടെങ്കിൽ അവിടെയെല്ലാം കർത്താവ് നമ്മളെ ജയത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ അതിനെ ഒന്ന് നിങ്ങളെന്ന് പറയാം. ഈ പിശാചിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താൽ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു. ഇവിടെ പറയുന്ന വാക്ക് നോക്കിക്കോണേ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ പറയുന്നു എൻ്റെ ആലയം എന്തിനുള്ളതാ? നിങ്ങളെ ഒന്ന് അകത്തുനിന്ന് കടന്നിട്ട് ഞാൻ വേഗത്തിൽ കയറും. അപ്പം യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ കൂടി വരുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുക. എൻ്റെ ആലയം പ്രാർത്ഥനാലയമാ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് പറയാം, എന്നെഴുതിയിരിക്കുന്നു. നിങ്ങളോ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം വരുന്നത് അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. ക്രിസ്തുവിൻ്റെതോ സമൃദ്ധിയായി ജീവനെ നൽകുവാനാണ്. ഇവിടെ നോക്കിയേ, അപ്പം ആലയത്തെ കൊണ്ടുവരുന്നത് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു? പ്രാർത്ഥനാലയമാണ്. പക്ഷെ അതെന്തായി മാറി? എൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടോ? അപ്പോൾ ഈ ആലയത്തിനകത്തെ പ്രവൃത്തി ആരുടേതായി മാറി? പിശാചിൻ്റെ പ്രവൃത്തി ആലയത്തിൽ വന്നു. നമുക്ക് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ ആലയത്തിനകത്ത് നിങ്ങൾ അറിയണം, ഈ ആലയം ആരുടേതാണെന്നാണ് പറഞ്ഞേ? ദൈവത്തിൻ്റെയാണ്. ഇവിടെ ആർക്ക് മഹത്വം കൊടുക്കണം? ദൈവത്തിന്. വേറെ ഒന്നും ഇതിനകത്ത് വരല്ലേ. വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ആലയത്തിന് പുറത്താകണം. നമ്മളൊരു കമ്മിറ്റി ഹോളൊക്കെ വെച്ചിട്ട് അതിനകത്താണ്. പക്ഷെ ആലയത്തിനകത്ത് ആരെക്കുറിച്ചേ പറയാവുള്ളൂ? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ആലയത്തിനകത്ത് ഒരുവനെക്കുറിച്ചേ പറയാവുള്ളൂ. അത് ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ളതാണ്. 1. 2, ദൈവത്തിൻ്റെ അരികിൽ വരുന്നവന് പ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലമാണ് ആലയം. അതിൻ്റെ അടുത്ത ഒരു വാക്യം കൂടെ വായിച്ചേ, എന്നിട്ട് ഞാൻ ഒന്ന് പുറോട്ട്. 14-ാമത്തെ വാക്യം. യേശുവിന് അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാണ്. അപ്പോൾ ആലയത്തിൻ്റെ അടിസ്ഥാനം പിടികിട്ടിയോ? ആലയത്തിൻ്റെ അടിസ്ഥാനം പിശാച് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പറയുക. ഇതിനെ മറ്റൊന്നിലേക്ക് മാറ്റരുത്. യേശു പറയുന്നത്, ഇത് ആരുടെ ആക്കി കഴിഞ്ഞു? നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. എന്തിനെ? ആലയത്തെ. അപ്പോൾ ഈ ആലയത്തിന് ദൈവം വസിക്കുന്ന, അല്ല ദൈവത്തിന് മഹത്വം ഇറങ്ങുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഹന്ന വരുന്നു, വീട്ടിൽ ഇടയുണ്ടായിരുന്നല്ലോ. ഹന്ന എവിടെ വന്നു? ആലയത്തിൽ വന്നു. അവിടെ സങ്കടം ദൈവത്തോട് ബോധിപ്പിച്ചു. പിന്നെ വാക്ക് കൊടുക്കുക, അവൾ പിന്നീട് കണ്ണുനീരൊഴുക്കേണ്ടത് വന്നിട്ടില്ല. ഇതാണ് ആലയം എന്ന് പറയുന്നത്. ദൈവ മഹത്വം വ്യാപരിക്കുന്ന സ്ഥലം. അതിനകത്ത് കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്? മാറ്റിയിരിക്കുന്ന യേശു പറയുന്നു, പഴയ കാലത്തും ഇന്നത്തെ കാലത്തും. അപ്പം നമ്മൾ ഇവിടെ അറിയണം, യേശു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ ഇതൊരു ആരാധനാലയം എന്ന് പറയും. മുഴുവൻ മഹത്വവും ദൈവത്തെ. അപ്പോൾ ഇവിടുത്തെ സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് ആരായി മാറണം? യേശുവായി മാറണം. ഇവിടെ നമുക്ക് ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും പറയുവാനുള്ള സ്ഥലമല്ല. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതായി മാറണം. അവിടെയാണ്, ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ദൈവ മഹത്വം ഇറങ്ങുകയും അത്ഭുതങ്ങൾ നടക്കുകയും അടയാളങ്ങൾ നടക്കുകയും പിശാചിൻ്റെ ബന്ധനങ്ങൾ അഴിയുകയും കെട്ടുകൾ പൊട്ടുകയും വിടുതലുകൾ നടക്കുകയും ദൈവ മഹത്വം ഇറങ്ങി വരുന്നിടത്താണ്. ഹല്ലേലൂയ. ഇവിടെ ഒന്നിനെക്കുറിച്ച് പലതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നു, യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മാമോനെയും ദൈവത്തെയും കൂടെ ആരാധിക്കരുത്. നിങ്ങൾക്ക് ഒരു യജമാനനെ പാടുള്ളൂ. ഇവിടെ നോക്കിക്കോണം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവരടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ 3/4 മണിക്കൂറിന് മുകളിൽ, അപ്പം ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിരിക്കുക, പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരിക്കുക. ഗസ്റ്റ് മാസ്റ്ററാണ്. സഭ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമയം ദൈവദാസന് കൊടുക്കണം.
പക്ഷെങ്കിൽ ഇവിടെ അവിടെ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കേട്ടണോ? അവിടെ ആദ്യം അവിടെ പറയുന്നു, ദശാംശം കൊണ്ടുവന്നവരെല്ലാം കരങ്ങളിലെടുക്കണം. ഞാൻ ആദ്യം പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടി വയ്ക്കണം, ആർക്കും പിണക്കം തോന്നല്ലേ. ദശാംശം കൊണ്ടുവന്നവരെല്ലാം കൈകളിലെടുക്കുക. അതിനുശേഷം പറഞ്ഞു ബർത്ത്ഡേക്കാരെല്ലാം കവറുകൾ കയ്യിലെടുക്കുക. വിവാഹ വാർഷികം പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം മാത്രം കേട്ടില്ല, ഡെത്ത് ഡേയുടെ മാത്രം പറഞ്ഞില്ല, ബാക്കി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ശേഷം അവരെല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥന നടക്കുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി കഴിഞ്ഞു. ഇവിടെ ആരെ പറയാൻ പാടുള്ളൂ? നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് വന്നേ, നിങ്ങൾ അകത്തൊന്ന് വന്നേ. ഇതൊക്കെ പറയാനുള്ള അവസരം എപ്പോൾ ഉണ്ട്? പിന്നീടുണ്ട്. ഇതൊക്കെ പറയണമെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, നമ്മളിവിടെ വന്നത് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയല്ല, ഒരുവനെ ആരാധിക്കാനാ. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ അകത്ത് കിടക്കണം. ഇതിൻ്റെ ഗൗരവം നിങ്ങളുടെ അകത്ത് കിടക്കണം. പാപത്തിലായിരുന്ന, ശാപത്തിലായിരുന്ന എന്നെ വിടുവിച്ച് ഒരുവനെ ആരാധിക്കാനാ ഞാനിവിടെ വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നിടത്ത് ഇമ്പോർട്ടൻ്റ് എവിടെ കൊടുക്കണം? യേശുവിന് മാത്രം പ്രാധാന്യം കൊടുത്ത്. യേശു പറയുന്നു, ഇവിടുത്തെ അവസ്ഥകളെക്കുറിച്ച് പറയുക. യേശു പറയുന്നു, ഇവിടെ പറയുന്നുണ്ടോ, എൻ്റെ ആലയം പ്രാർത്ഥനാലയമായി മാറണം. പ്രാർത്ഥന ഉയർന്ന അവിടെ വേറൊരു ശബ്ദം ഉയരാൻ പാടില്ല. അപ്പം നമുക്കകത്ത് എന്തെങ്കിലും തോന്നിയോ, നമ്മുടെ അകത്ത്, നിങ്ങൾ അകത്തോട് തോന്നണം. യേശു പറഞ്ഞു, ഞാൻ സമൃദ്ധിയായി ജീവനെ തരാനാ. പിശാചിൻ്റെ ലക്ഷ്യമോ അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാ. അപ്പം ഇവിടെ ആലയത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നോക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാനാ. അവിടെ വന്നിരിക്കുന്നതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, അവിടെ വന്നിരിക്കുന്ന ജനത്തെ നോക്കി പറയുന്നു, അവരെന്താ? അവർ കുരുടന്മാരുണ്ട്, മുടന്തന്മാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, പലരും അവിടെ വന്നു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാ? ഈ മഹത്വം ഇറങ്ങുന്നിടത്ത് ഒരു അത്ഭുതമുണ്ട്. ആലയം അത്ഭുതത്തിൻ്റെതായി മാറണം. ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലമായി. ഇത് കച്ചവട മേഖലയായി മാറല്ലേ. അപ്പം അന്നത്തെ കാലത്ത് യേശു പറയുന്ന വാക്ക് 14-ാമത്തെ വാക്യം, കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നില്ലെന്നാണ് യേശു പറയുന്നത്. അപ്പം പിശാചിൻ്റെ ലക്ഷ്യം കണ്ടോ? അപ്പം നമ്മുടെ അകത്ത് നമ്മൾ അറിയണം, ഈ ലക്ഷ്യസ്ഥാനം നമ്മൾ പോലും അറിയാതെ പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മെനഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ മേൽ, അടുത്ത മാസത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവാ, നിങ്ങളുടെ മേൽ യേശു പറഞ്ഞു, നിങ്ങളുടെ മേൽ ആരുടെ ജീവനെ പകർന്നു? യേശുവിൻ്റെ ജീവനെ പകർന്നു. അപ്പോൾ സംരക്ഷകനാരെ? യേശു എന്ന സമ്പത്തിനെ ഞാൻ സ്വീകരിച്ചു. പിശാച് അറക്കുകയും മുടിക്കുകയും ചെയ്തെടുത്ത് യേശു പറഞ്ഞ്, സമൃദ്ധിയായി എൻ്റെ ജീവനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു പറയുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇതകത്ത് നിങ്ങൾ അറിയണം. യേശുവിൻ്റെ ജീവൻ എൻ്റെ മേലുണ്ട്. പൗലോസ് പറയുന്നു, പൗലോസിൻ്റെ മേൽ ഇരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ. പത്രോസ് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ, 28-ന്റെ 1 വരുമ്പോൾ, 28-ാം അധ്യായം 1-ാമത്തെ വാക്യം, രക്ഷപ്പെട്ട ശേഷം ബെലിത്യ എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു ചൂട് നിമിത്തം പുറപ്പെട്ടു, അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്ന ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, എന്ന് പറഞ്ഞു. 5, ദോഷമൊന്നും പറ്റിയില്ല. അപ്പൊ പിശാചിന് ലക്ഷ്യമുണ്ടോ? പിശാചിന് ലക്ഷ്യമുണ്ടോ? അത്രയും ആളുകൾ രക്ഷപ്പെട്ട് വന്നതിനകത്ത് സെലക്ട് ചെയ്ത് പിശാച് പൗലോസിന്റെ കൈകളിൽ കടിച്ചു തൂങ്ങി.
പോരാട്ടമുണ്ടോ? പ്രതിസന്ധിയുണ്ടോ? ഇരുട്ടിൻ്റെ അധികാരം ഇതുണ്ട്. ഇതിനെ ജയിക്കുന്ന ജീവനാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടത്. പ്രതിസന്ധി വരത്തില്ലെന്നല്ല, പ്രതികൂലം വരത്തില്ലെന്നല്ല, കാറ്റടിക്കത്തില്ലെന്നല്ല, പക്ഷേ അതിനെ ജയിപ്പിക്കുന്ന ഒരു ജീവനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ജീവനെ പകർന്നത് അത് സമൃദ്ധിയായിട്ടാണ് എന്ന് പറഞ്ഞ നീ അതിനെ പരാജയപ്പെടത്തില്ല, നീ അതിനെ ജയിക്കുന്നവനാവും. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, ഈ പ്രതിസന്ധിയെ ഞാൻ ജയിക്കുന്നവനാവും. പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങുമ്പോൾ അവൻ ആ ജന്തുവിനെ കുടഞ്ഞ് തീയിലേക്ക് തളഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും അവന് പറ്റിയില്ല. 6-ാമത്തെ വാക്യം പറയുന്നു, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവർ പറഞ്ഞു, ഇവൻ ഒരു ദേവനാണ്. ഇന്ന് പകലിൽ അകത്തറിയണം, ഈ പ്രതിസന്ധി എത്ര വലിയ വന്നാലും, പ്രതികൂലം എത്ര വലിയ വന്നാലും എൻ്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വിശ്വസിക്കണം, ഈ പ്രതിസന്ധി വന്നാലും, ഈ പ്രതികൂലം വന്നാലും, ഈ പ്രശ്നം വന്നാലും അതിനെ ജീവിപ്പിക്കുന്ന ഒരു യേശുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. അത് കല്ലറകളെ ഭേദിച്ചവന്റെ ജീവനാ. ഇന്ന് പകൽ ആത്മാവിനാണ്. ഈ രോഗം എന്നെ തകർക്കത്തില്ല, ഈ പ്രതിസന്ധി എന്നെ തകർക്കത്തില്ല. അവന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. ആ ജീവൻ എൻ്റെ മേലുള്ളുണ്ട്. പൗലോസ് പറയുന്ന പോലെ അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. അവൻ ഒരു ദോഷവും പറ്റിയില്ല. പൗലോസ് അനങ്ങാൻ നിന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ജീവനാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, നീ ഒരു പ്രതിസന്ധിക്കകത്ത് വരുമ്പോ നീ തകർന്നു പോയെന്നല്ല പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇതിന്മേൽ ജയമെടുക്കുന്നവനാ. ഇന്ന് പകൽക്കാലം എന്റെ ഭാവിയെ അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഞാൻ തോറ്റുപോയെന്നല്ല പറഞ്ഞത്, പൗലോസ് പരാജയപ്പെട്ടു പോയെന്നല്ല പറഞ്ഞത്, അണലി കടിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, കാറ്റടിക്കത്തില്ലെന്ന പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, 2 പേർ ഭവനങ്ങൾ വെച്ചു. ഒന്ന് മണലിന്മേൽ വെച്ചത്, ഒന്ന് പാറയുടെ മേൽ വെച്ചത്. 2ന്റെ മേലും കാറ്റടിച്ചു. പാറയുടെ മേൽ വെച്ചതിന് കാറ്റടിച്ചെന്നല്ല, കടിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, അതിന്മേൽ കാറ്റടിച്ചു. വൻമഴ പെയ്തു, കാറ്റടിച്ചു. എന്ന മണലിന്മേൽ വെച്ച് തകർന്നു പോയപ്പോ പാറയുടെ മേൽ വെച്ചത് തകർന്നു പോയില്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അറിഞ്ഞു, ഒരുവന്റെ മേൽ ക്രിസ്തുവിന്റെ ജീവനെ പകർന്നിട്ടുണ്ടെങ്കിൽ അവൻ തകർന്നു പോയെന്ന ദേശത്ത് കേൾക്കത്തില്ല. കഷ്ടത വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പ്രതിസന്ധി വരത്തില്ലെന്ന് പറയത്തില്ല. യേശുവിന്റെ ജീവൻ നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്റെ തലമുറയിൽ നീ ഒരു അനുഗ്രഹമായി മാറും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽക്കാലം പിശാച് അറക്കാനും മുടിക്കാനുമാണെങ്കിൽ എൻ്റെ മേൽ പകർന്നത് സമൃദ്ധിയായ ജീവനാണ്. യേശുവിന്റെ ജീവനാണ് എൻ്റെ മേൽ. പൗലോസ് ഭയപ്പെട്ടു പോയിട്ടില്ല. പൗലോസ് ഭയപ്പെട്ടു പോയില്ല. പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചപ്പോ അയ്യോ എന്ന് വെച്ചില്ല. അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോ അവിടെ നിന്നവരാ പറഞ്ഞത്, അവിടെ നോക്കി നിന്നവരാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് നീ അറിഞ്ഞോ, നിന്റെ ചില കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ നാട്ടുകാരാ പറഞ്ഞത്, നീ അല്ല പറഞ്ഞത്, നാട്ടുകാരാ പറഞ്ഞത്. ഇവൻ എന്തോ കുഴപ്പമുള്ളവനാ, ഇവന്റെ അപ്പന്മാർ ചെയ്ത പാപം കൊണ്ടാന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാർ നോക്കി നിൽക്കെ തന്നെ ദൈവത്തിന്റെ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല പിശാച് അറക്കാനും മുടിക്കാനുമാണെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ മേൽ പകർന്നത് അവന്റെ സമൃദ്ധിയായ ജീവനെയാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അവർ ആറ്റിറ്റ്യൂഡ് മാറുന്ന സമയം നിങ്ങൾ കണ്ടോ? അവർ കുറച്ചു നേരം ഇവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം എഴുതി വെച്ചോ, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കുറച്ചുണ്ട്. ഹല്ലേലൂയ. നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക നാട്ടുകാര്. നിന്റെ തകർച്ച വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക, നിന്റെ കുടുംബം തകരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ മുന്നിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ നിർത്തുന്ന കാലം വിദൂരമല്ല. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, നിന്നെ ദൂഷം പറഞ്ഞവരും നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ കളിയാക്കിയവരുടെ മുന്നിൽ നിന്റെ തലയെ ഉയർത്തുന്ന കാലം വിദൂരമല്ല. അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയോ, പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാ. പിടികിട്ടുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ക്രിസ്തുവിന്റെ ജീവനാണ് ആരുടെ മേൽ വ്യാപരിക്കുന്നത്? പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഇവിടെ പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറയുക, അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു.
ഇന്ന് പകൽ പറഞ്ഞ് ചിലരൊക്കെ തിരിച്ചു പറയാൻ കാലം വിദൂരമൊന്നുമല്ല. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് ചിലരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തിരിച്ചു പറയാനായിട്ട് അധികം കാലമൊന്നും മുന്നോട്ട് പോകത്തില്ല. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ അറിയണം, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ നോക്കണം. പിടികിട്ടുന്നോ? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിനകത്ത് നമ്മുടെ ലക്ഷ്യം നിൽക്കുമ്പോൾ ക്രിസ്തുവിനെയാണോ നമ്മൾ ഉയർത്തുന്നത്, മറ്റൊന്നിനെയാണോ ഉയർത്തുന്നത്? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 1 മണിക്കൂർ 2 മണിക്കൂർ മറ്റൊന്നിനെക്കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം യേശുവിനെ കുറിച്ച് അരമണിക്കൂറേ പറയുന്നുള്ള ഏതിനാ ഏറ്റവും മുഖ്യം? നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ഞാൻ സത്യമായി ഞാൻ ഈ പറയുന്നേ, പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ പറയുന്നൊരു സബ്ജക്റ്റ് എന്നോട് പറഞ്ഞു. ഇതിനെ 10 മണിയായപ്പോൾ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, 10:45 എന്നോട് പറഞ്ഞു 10:45 പാസ്റ്റർ മൈക്ക് തരും കേട്ടോ, 1 മണിക്കൂർ പ്രസംഗിക്കാൻ. ഈ കാര്യം പറഞ്ഞു വന്ന എപ്പോഴാണെന്നറിയോ? 12:15 എൻ്റെ മേൽ ഇത് തരുന്നേ. എന്നെ അയച്ചവൻ ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. എന്നോട് 12:45 നിർത്തണമെന്ന് പറഞ്ഞ് ഞാൻ 1:45 നിർത്തി. ഞാൻ അവർക്ക് വേണ്ടി വന്നവനല്ല, ഞാൻ യേശുവിന് വേണ്ടി വന്നവനാ. ഹല്ലേലൂയ. എന്നെ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് യേശുവിനാ. ഹല്ലേലൂയ. ദേശത്ത് അവനെ ഉയർത്തുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകത്തറിയണം, ആരുടെ ജീവൻ എൻ്റെ മേൽ വരണം? യേശുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ വരുന്നതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം വരും. 43-ാമത്തെ വാക്യം. ഒരു മനുഷ്യനെ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു, രക്ഷയിലേക്ക് വന്നു, ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് വരിക. അവൻ്റെ മേൽ അശുദ്ധാത്മാവിനെ വിട്ടുപോയി. ഇവിടെ പറയുന്നു 44-ാമത്തെ, ഞാൻ പുറപ്പെട്ടു പോകുന്ന, അശുദ്ധാത്മാവ് പറയുക, ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. അല്ലോ, അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോ ഈ വീടിനകത്ത് ആരുടെ ജീവനായി കഴിഞ്ഞു? യേശുവിൻ്റെ ജീവനായി. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അടുത്ത വാക്യം വരുമ്പോ അവൻ അവിടെ കയറി പാർക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കാൻ, അവിടെ കയറി പാർക്കാൻ കാര്യം എന്നുള്ളത് 40-ാമത്തെ വാക്യം നമ്മൾ വായിച്ചേ. 46-ലേക്ക് വന്നേ. പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഈ 45-ൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, മനുഷ്യൻ പിന്നത്തെ സ്ഥിതിയിലും മുമ്പത്തേതിലും വല്ലാതെ ആകും. എന്നിട്ട് പറയാ, ഈ ദുഷ്ട തലമുറയ്ക്ക് ഇങ്ങനെ ഭവിക്കും. അപ്പോൾ നോക്കിക്കോണം, ആരിൽ നിന്ന് ഈ വന്ന തലമുറ ആരിൽ നിന്ന് മാറി? നിങ്ങളെന്നെ കൂടെ പിടിക്കണ്ടെന്ന് അകത്തെ ആര് എന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ? പിശാച് അറക്കുകയും മുടിക്കുകയും ചെയ്തൊരുന്നിടത്തുനിന്ന് ക്രിസ്തുവിൻ്റെ ജീവൻ കൊടുത്ത് എന്നെ വിലയ്ക്ക് മേടിച്ചു. എൻ്റെ മേൽ ആരുടെ ജീവൻ വന്നു? ക്രിസ്തുവിൻ്റെ ജീവൻ്റെ മേൽ നിൽക്കുക. പൗലോസിന് കേട് പറ്റാതിരുന്നതിൻ്റെ കാരണം ആരുടെ ജീവൻ ഉള്ളത് കൊണ്ടാ? ക്രിസ്തുവിൻ്റെ ജീവൻ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പം ഒരു അനർത്ഥവും വരാതെ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് ആരുടെ ജീവൻ ഇരിക്കുന്നുണ്ടാ? ചിലതിനോട് നമ്മൾ പിന്മാറിപ്പോകുമ്പോൾ, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ, രക്ഷകനെ തള്ളിക്കളഞ്ഞു പോകുമ്പോൾ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദുഷ്ടന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിന്മേൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഇതുകൊണ്ട് യേശു പറയുക, ഈ തലമുറയെ കുറിച്ച് പറയുക, ഈ വിട്ടുപോയ പിശാച് വീണ്ടും ശക്തിയോടെ വരുമ്പോൾ അവൻ അതിന് വാസം കൊടുക്കുന്നവരെ കുറിച്ച് പറയുക. ഇവിടെ പറയുന്നു ആകും ദുഷ്ട തലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും. എന്നിട്ട് 46-ാമത്തെ വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു.
യേശുവിനെ കാണാൻ അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നു. അവൻ പറയുന്നു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ശിഷ്യന്മാരിൽ ഒരുത്തൻ പറയുന്നു. അത് യേശു പറയുന്നു, എൻ്റെ അമ്മ ആര്, എൻ്റെ സഹോദരന്മാരാര് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈകെട്ടി, ശിഷ്യന്മാരുടെ കൈ നീട്ടി പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും. 50-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിൻ്റെ ജീവൻ ആരുടെ മേലെ ഉള്ളൂ? സ്വർഗസ്ഥനായ പിതാവ്, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവന്റെ മേലാണ് യേശുവിൻ്റെ ജീവൻ നിൽക്കുന്നത്. അവരുടെ മേലാണ് കർത്താവിൻ്റെ ജീവൻ നിൽക്കുന്നെങ്കിൽ, പൗലോസ് മിലിത്യ എന്ന ദ്വീപിനകത്ത് നിൽക്കുമ്പോൾ അണലി കടിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ജനവും പറഞ്ഞു, ഇവനോട് നീതി ദേവ കോപിച്ചിട്ടുണ്ട്, ഇവൻക്കൊരു കൊലപാതകനാണ്, ഇവനൊരു ദുഷ്ടനാണ് എന്നെല്ലാം പറഞ്ഞ് അവർ നോക്കി നിൽക്കുമ്പോൾ പൗലോസ് അണലിയെ കുടഞ്ഞു കളയുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ നോക്കി നിൽക്കുമ്പോൾ പൗലോസിന് ഒരു കേടും പറ്റിയില്ല. ഇന്ന് ലോകം ചിന്തിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ അപ്പുറേ നിന്ന് ആത്മാവിനകത്ത് അറിയണം. നിന്റെ ജയം തരുന്ന ഒരു ദൈവത്തിന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. യേശു പറയുന്നു, എൻ്റെ ജീവന് സമൃദ്ധിയുടെ ജീവനാണ് എൻ്റെ മേൽ പകരപ്പെട്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവില് ഒന്നിനോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല, നീ ആരാധന മുടക്കാൻ വേണ്ടിയല്ല. ആരാധനയ്ക്ക് ദൈവം വിളിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആരാധന മുടക്കി മറ്റൊന്നിന് പോകുവാൻ വേണ്ടിയല്ല. ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മേലുണ്ടെങ്കിൽ നീ ഒരു അപ്പത്തിന്റെയും ആമിപ്പാന മാത്രമേ ഉപേക്ഷയായി നീ വിചാരിക്കത്തില്ല. നിന്റെ മേൽ പകരപ്പെട്ടത് ക്രിസ്തുവിന്റെ ജീവനാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ അറിയണം, ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞ്, നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം ഉണ്ടല്ലോ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഒരു പിശാചിനും നിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. യേശു പറയുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയാകുന്നു. അവരുടെ മേലത്രേ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വ്യക്തതയോടുകൂടി അറിയണം, അകന്നു നിൽക്കേണ്ടതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരുക്കപ്പെടുന്നവരാ ദിനം പ്രതി. എങ്ങനെ? ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരാ. ക്രിസ്തുവിൻ്റെ വരവിനായി ഈ ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോഴും കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും ദേശത്തെ ക്ഷാമങ്ങൾ വരുമ്പോഴും നമ്മുടെ അകത്തൊരു കാരണം, നമ്മുടെ നാഥൻ മുന്നവേ പറഞ്ഞു വെച്ചത്, നമ്മുടെ നാഥൻ മുന്നവേ ഒരു അടയാളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ആകാശത്തിനകത്ത് അടയാളങ്ങൾ കാണുമ്പോൾ എൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്ന് വീണ്ടും നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാണ്. ദിനം പ്രതി നമ്മൾ ക്രിസ്തുവിന്റെ ജീവനിൽ അധികമായി പ്രവേശിക്കേണ്ടവരാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മേലുണ്ടെങ്കിൽ, ദേശക്കാര് നോക്കി നിൽക്കുമ്പോ, നിന്നെ പഴിച്ചവർ നോക്കി നിൽക്കുമ്പോ, നിന്റെ തലമുറയെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാട്ടുകാർ നിന്നെ നോക്കി എന്തെല്ലാം പറഞ്ഞാൽ, നാട്ടുകാർ നിന്നെ ദോഷമെന്ന് പറഞ്ഞാൽ, നിന്നെ തകർത്തു കളയുവാൻ, നിന്നെ ഒരു അണലി കടിച്ച് ചാകുവാൻ, നിനക്കൊരു അനർത്ഥം വരുവാൻ എൻ്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. യേശുവിന്റെ ജീവൻ നിന്റെ മേലുണ്ടെങ്കിൽ, അതുകൊണ്ട് യേശു പറഞ്ഞു, മരണകരമായി എന്ത് കടിച്ചാൽ, മരണകരമായി എന്ത് കുടിച്ചാൽ നിനക്കൊരു ഹാനിയും വരത്തില്ലെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, യേശുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ യേശു പറയുന്നു, എൻ്റെ ജീവൻ ആരുടെ മേലുള്ള? എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇന്ന് പകൽ ചിന്തിച്ചു നോക്കണം. പ്രതിസന്ധിയെ ജയിക്കണമെങ്കിൽ, പ്രതികൂലത്തെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ നിന്റെ മേൽ വരണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാൾ പ്രാധാന്യം കർത്താവിന് കൊടുക്കുന്നതാ. ഹല്ലേലൂയ. നമ്മുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് തോന്നുന്ന പോലൊക്കെ നമ്മൾ ചെയ്യും. ചിലപ്പോൾ ആരാധനയ്ക്ക് വന്നു, നാളെ വന്നില്ലെന്ന് വരും. ഇതെല്ലാം പറയുന്നുണ്ടെന്നറിയോ?
ഇതെല്ലാം സഭയുടെ ഒരു ഭാഗമെന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ഭാഗമല്ല. ക്രിസ്തുവിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവനുള്ളവൻ ദൈവത്തിൻ്റെ മുന്നിൽ എപ്പോഴും കാണും. അവൻ നീതിയോടെ നിൽക്കും. നിങ്ങളിത് എപ്പോഴും ശ്രദ്ധിച്ചു നോക്കൂ, ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവം ഒരിടത്തും കൈവിട്ടിട്ടില്ല. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് ഈ പുനരുത്ഥാനത്തിന് ക്രിസ്തുവിൻ്റെ ജീവൻ ഒരിടത്ത് ഒരുവൻ്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം തമ്പുരാൻ കൈവിടത്തില്ല. അവനെയോ അവൻ്റെ തലമുറയെ കൈവിടത്തില്ല. അല്ലെങ്കിൽ ഏറ്റവും കീഴ്ഗതി വരെ കൊണ്ടുപോകാം കേട്ടോ. ഏറ്റവും പരാജയം വേണേൽ പറയാം. നിന്റെ കൈകളിൽ വിലങ്ങ് വെക്കാം. അവൻ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ ജീവനുള്ള പൗലോസിനെ നോക്കിക്കോണം. പൗലോസ് യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് ഈ പടയാളികൾ കൂടുന്നു, ജനം കൂടുന്നു, കല്ലെറിയുന്നു. പൗലോസ് ചത്തെന്ന് ജനം പറയുന്നു. അല്ലെങ്കിൽ അവനെ വലിച്ചഴയ്ക്കുന്നു. പട്ടണത്തിൻ്റെ പുറത്തേക്ക് അവനെ കൽക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പൗലോസ് ചത്തുപോയി എന്ന് ജനം പറയുമ്പോൾ യേശുവിൻ്റെ ജീവനുള്ളവൻ അവിടെ എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ നിന്നെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞതല്ല, സ്വർഗം പറഞ്ഞതാ നിന്റെ ഭവനത്തിൽ നടക്കാൻ പോകുന്നത്. നാട്ടുകാർ പറഞ്ഞതല്ല നിന്റെ ഭവനത്തിൽ നടക്കാൻ പോകുന്നത്. ആമി ഒരു അബ്രഹാമിനെ കണ്ടച്ച് നാട്ടുകാർ പറഞ്ഞു മച്ചിയുടെ ഭർത്താവ്, മച്ചിയുടെ ഭർത്താവ്, മച്ചിയുടെ ഭർത്താവ്. യേശു പറഞ്ഞു നീ മച്ചിയുടെ ഭർത്താവ് എന്നല്ല, ഞാൻ നിന്നെക്കുറിച്ച് പറയാൻ പോകുന്നത് ബഹുജാതികൾക്ക് നീ പിതാവായി മാറ്. ആമി ഇന്ന് വാഗ്ദത്തത്തെ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആമി ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അബ്രഹാമിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നു, അവൾ മച്ചിയുടെ ഭർത്താവായ അബ്രഹാം. ആമി ചരിത്രം മാറുന്നു. സ്വർഗം നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്നു യേശു മച്ചിയുടെ ഭർത്താവ് എന്നല്ല ദൈവം പറഞ്ഞത്, നീ ബഹുജാതികൾക്ക് പിതാവാക്കി നിന്നെ ഞാൻ വെച്ചിരിക്കുന്നു. ആമേ. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ജീവനെ പകരുന്നുണ്ടെങ്കിൽ ആമി ദൈവം അവന്റെ ഗ്രാഫിനെ മാറ്റുക തന്നെ ചെയ്യും. ഇന്ന് നീ കാണുന്നെങ്കിൽ, ഇന്ന് നീ പോകുന്ന ദുർഘടങ്ങളാണെങ്കിൽ യേശുവിന്റെ ജീവൻ നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് നീ അറിഞ്ഞോ, നിന്റെ ഭവനത്തിൽ നിന്റെ ചാർച്ചക്കാരെക്കാൾ അധികമായി ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. നാം ഈ ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ഒരു യോസഫ് ഉണ്ടെങ്കിൽ ആമി യോസഫിന്റെ സഹോദരന്മാർ പൊട്ടക്കിണത്തി കളഞ്ഞാൽ, പൊത്തിപ്പേറിന്റെ ഭവനം വന്നാൽ, ആമി കാരാഗ്രഹം വന്നാൽ, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ സഹോദരന്മാരെക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ ഉയർത്തുന്ന ഒരുവനാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ജീവൻ ആരുടെ മേൽ പകരപ്പെടുന്നുവോ അവരെ മാനിക്കുന്ന, ഉയർത്തുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ആരുടെ ജീവനാകണം? ഈ ജീവനാകണം നമ്മുടെ മേൽ. ഹല്ലേലൂയ. ഈ ജീവനുള്ളവനെ ആ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഹല്ലേലൂയ, എല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഈ പിശാചിനെയൊക്കെ പുറത്തു പോയി. പക്ഷെങ്കിൽ വീണ്ടും അവൻ എന്ത് ചെയ്തു? ഇവൻ പഴയ വഴി നിൽക്കുക. ആ പോയ പിശാച് ഏഴെണ്ണത്തെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു, പഴയതിനേക്കാൾ കഷ്ടമായി പോയി. ഹല്ലേലൂയ. ചിലതിൻ്റെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, ദൈവം തമ്പുരാൻ ഉയർത്തിക്കൊണ്ടൊക്കെ വന്നു. ഇപ്പോഴത്തെ അവസ്ഥ പോയി നോക്കിയാൽ ദയനീയമാ. കാര്യം എന്നറിയാവോ? പിശാചിന് ഇടം കൊടുക്കുന്നതാ. ഹല്ലേലൂയ. നീ താഴ്ന്നിരിക്കാൻ തയ്യാറ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു അവന്റെ കൈ കീഴിൽ താഴ്ന്നിരിപ്പി, തക്ക സമയത്ത് അവൻ ഉയർത്തുന്നവനാ. യേശുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ താഴ്ന്നിരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ആമി നിന്ന വന്നാലും പരിഹാസം വന്നാലും അതിനപ്പുറേ കർത്താവിന്റെ ജീവൻ ചില ജീവിതത്തിലേക്ക് ആമി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവന്റെ ജീവന്റെ മഹത്വത്തെ നമ്മൾ അറിയണം. യേശു ദൈവത്തിന്റെ ജീവന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ജീവന്റെ പ്രാധാന്യത്തിനകത്ത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരായും. കണ്ടോ ഈ ജീവന്റെ പ്രാധാന്യമുള്ളവനെ? കണ്ടോ? അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ഏത് ദൂതന്മാരെ കുറിച്ച് പറയുന്നു? ദൈവം പറയുന്ന വാക്ക് കണ്ടോ? ആമീൻ. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കിയും ആത്മജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. നിനക്കെതിരായി ചില ബന്ധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അഴിക്കുവാനും അവൻ്റെ ദൂതന്മാരുണ്ട്. ചില വാതിലുകൾ നിനക്ക് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആത്മാവിനകത്തിന്നറിഞ്ഞോ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നൊരു ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ ക്രിസ്തുവിൻ്റെ ജീവനെ നീ നിലനിൽക്കുന്നവരിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗത്തിൻ്റെ ദൂതന്മാരുണ്ട്. അതുകൊണ്ട് ദാനിയേലിന്റെ അടുത്ത് വന്നിച്ച് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനാണ്. പൗലോസിനോട് പറയുന്നു, ആമേ. പൗലോസിന് അരികെ വന്നിട്ട്, പൗലോസ് നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, നിന്നെ നീറോയുടെ മുന്നിൽ നിർത്തുവാൻ വേണ്ടി എന്നെ ദൈവം അയച്ചിരിക്കുക. വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ ജീവൻ
ഒരുവന്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ കരുതി നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അവൻ്റെ ജീവനിൽ നമ്മൾ ആയിത്തീരണം. അവൻ്റെ ജീവനിൽ മറ്റൊന്നിനും നിങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കരുത്. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നിടമായിരിക്കണം. ദൈവത്തെ മാത്രം പറയുന്ന, മറ്റൊന്നിനെ പറയുന്ന സ്ഥലമായി മാറല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തിൽ വേണമെങ്കിലും ചെയ്തു, പക്ഷെങ്കിൽ ചെയ്യുമ്പോൾ ആമി ആരെക്കുറിച്ച് പറയാവുള്ളൂ. ഹല്ലേലൂയ. ആമി യേശു ക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് ആമി പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക 2:18. ഇവിടെ നോക്കിയ അപ്പോൾ പിശാചിന് പ്രവൃത്തി ഉണ്ടോ? ഉണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, ആരുടെ ജീവനുള്ളവനാ? ദൈവത്തിന്റെ ജീവനുള്ള. പൗലോസ് പറയുക, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ, പൗലോസ് പറയാ, പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. കണ്ടോ, ഈ സാത്താൻ എന്നാ ഉണ്ട്? ശക്തിയുണ്ട് ഇല്ലേ? പിടികെട്ടുന്നോ? ഈ ശക്തിയെ ജയിക്കുന്ന ജീവനെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പൗലോസ് പറയുക, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാത്താൻ ഞങ്ങളെ എന്ത് പ്രാവശ്യം, എത്ര പ്രാവശ്യം? 2 ഞാൻ 2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു കളഞ്ഞു. അകത്ത് മനസ്സിലാവുന്നോ? നിങ്ങളെ ആരാധനയ്ക്ക് വിടാതിരിപ്പാൻ പിശാച് പല തന്ത്രങ്ങളും മെനയുമ്പോൾ അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കണം. എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാനല്ല നിൽക്കണ്ടേ. എൻ്റെ മേൽ ജീവനെ തന്ന ദൈവത്തെ, ആ കർത്താവിനെ തിരിച്ചറിയണം. കാരണം അവൻ്റെ ജീവൻ എൻ്റെ മേലുണ്ട്. ആമേൻ. അപ്പോൾ പിശാച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ, കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ജീവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിങ്ങളെ എങ്ങനെങ്കിലും തടയുവാൻ തന്ത്രപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിനെ ജയിക്കണമെങ്കിൽ, അതുകൊണ്ട് യേശു പറഞ്ഞ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. ആമേ. പ്രാർത്ഥിക്കുന്നവരായി മാറണം, ദൈവസന്നിധി നിലവിളിക്കുന്നവരായി മാറണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാ. അങ്ങനെ ഇല്ലാത്തവർ പറയുക, ഇവിടെ പറയുക എന്ന് പറയുന്നുണ്ടോ? പിശാച് പല പ്രാവശ്യം എന്ത് ചെയ്തു? 2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ എന്ത് ചെയ്തു കളഞ്ഞു? തടഞ്ഞു കളഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. ചിലർ ചിലർ ചെല്ലാൻ വേണ്ടി നമ്മളെ വിളിക്കും, ഇന്ന നമുക്കൊന്ന് പറയണേ, ഇന്ന പോലെ സാഹചര്യങ്ങളുണ്ട്. നമ്മളതിന് ഞാൻ പറയും, ശരി എന്നാൽ ആയിക്കോട്ടെ, എപ്പോഴാണ്? ഇന്ന ദിവസം. അപ്പം ഞാൻ പറയും, ഇന്ന ദിവസം എല്ലാം കണക്കൂട്ടിയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇന്ന സമയം വരാം, പക്ഷേ ഇത്ര ടൈമേ നിൽക്കത്തുള്ളൂ, എനിക്ക് പെട്ടെന്ന് മടങ്ങി പോരണം. അവർ പറയും. അവരതിൻ്റെ തലേന്ന ദിവസം നമ്മളെ വിളിച്ചിട്ട് പറയും, ബ്രദറെ ചില അസൗകര്യമുള്ളത് കൊണ്ട് നാളെ കഴിഞ്ഞത്തേനൊന്ന് മാറ്റി വെക്കാവോ? അപ്പം നമ്മൾ അസൗകര്യങ്ങൾ പറഞ്ഞിട്ട് പറയും, ഇന്ന ദിവസം വരാമെന്ന് പറയും. അതിൻ്റെ തലേദിവസം ഇവർ വീണ്ടും വിളിച്ചിട്ട് പറയും, ആ ദിവസം ഒക്കത്തില്ല, ഇന്ന ദിവസത്തിന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അവസാനം ചൊവ്വാഴ്ച വെച്ച് ചൊവ്വാഴ്ച ക്യാൻസലുമാക്കി. കാരണം അത് വിടുതലിലേക്ക് മാറാതിരിപ്പാൻ പിശാച് ചില തന്ത്രങ്ങൾ മെനയുന്നെങ്കിൽ അതിനെ പൊട്ടിക്കുന്ന കൃപ നിൻ്റെ മേൽ വരണം. അതിനെ ജയിക്കുന്ന ഒരു ശക്തി നിൻ്റെ മേൽ വരണം. ഇന്നീ പകലിൽ നിങ്ങൾ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതിനെ ജയിക്കുന്ന ഒരു കൃപ നിങ്ങളുടെ മേൽ വരണം. ഇവിടെ പൗലോസ് പറയുന്നു, പൗലോസ് ക്രിസ്തുവിൻ്റെ ജീവനുള്ളതാ. ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ജീവനെ നിൽക്കുന്നവൻ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തന്ത്രപ്പെട്ട് തടഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ചെല്ലാൻ പറ്റുന്നില്ല. പൗലോസിനെ അവിടെ എത്തിക്കാതിരിക്കേണ്ടത് ആരുടെ പദ്ധതിയാ? പിശാചിൻ്റെ പദ്ധതിയാ. ഇന്ന് നിങ്ങളുടെ പകലിൽ അറിയണം, ഈ പൗലോസ് അവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ മേൽ അധികം കൃപയെ തരാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തെ പകരം പൗലോസ് ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലരുതെന്ന് ആരാഗ്രഹിക്കുന്നു?
പിശാചാഗ്രഹം. ഒരു വ്യക്തി മാനസാന്തരപ്പെടരുത്, ഒരാൾ ജീവന്റെ പുസ്തകത്തിൽ അവൻ്റെ പേര് എഴുതപ്പെടരുതെന്ന് ആരാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു? പിശാചാഗ്രഹം. ഇതിനെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകണമെന്നാ പൗലോസ് പറയുന്നേ. അപ്പൊ ഇവിടെ നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെങ്കിൽ, സ്വർഗത്തിന് ഹിതപ്രകാരം ജീവിക്കുന്നവനെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു നിങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പഴയ നിയമത്തിലെ അബ്രഹാമിനെ പറയുന്നേ, അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടതിന് ശേഷം, ദൈവശബ്ദം കേട്ടതിന് ശേഷം അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനായി മാറി. ദൈവം വിളിക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞു, വിട്ടു. ചാർച്ചക്കാർ പിതൃഭവനം മുഴുവൻ വിട്ടു, ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നവനെ പറയുന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം എടുത്താൽ അതിൻ്റെ 1-ാമത്തെ വാക്യം എടുക്കുമ്പോൾ വാക്യം ഇങ്ങനെ കിടക്കുന്നത്, അബ്രഹാം വയസ്സ് ചെന്നു, വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. പിടികിട്ടിയോ? ദൈവത്തെ അനുസരിച്ചവനും ദൈവത്തിൻ്റെ ജീവനിൽ നിൽക്കുന്നവനുമായ അബ്രഹാമിനെ വൃദ്ധനായിരിക്കുമ്പോഴും ദൈവം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇടം കൊടുക്കാൻ ഇടവരല്. പിശാചിന് ഇടം കൊടുക്കാൻ ഇട വന്നിട്ട് പഴയതിലും പിന്നത്തെ കഷ്ടമായി വരുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. അബ്രഹാം ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ചെങ്കിൽ അബ്രഹാമിൻ്റെ തലമുറയെപ്പോലും തമ്പുരാൻ ഉയർത്തി. ഇന്ന് പകൽക്കാലം അറിയണം, നിന്റെ തലമുറയെപ്പോലും ഉയർത്തുന്ന ഒരു വിശ്വാസം നിന്നിലായി വരണം. കർത്താവ് ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തിന് കൃപയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവം തന്നെത്താൻ ഉയർത്തി. ഇവിടെ പറഞ്ഞ അബ്രഹാം വയസ്സ് ചെന്നു, വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ വചനത്തെ കേട്ട് അനുസരിക്കുന്നവനാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരും എല്ലാം. എൻ്റെ സഹോദരന്മാരാരാണ്? എൻ്റെ അമ്മ ആരാണ്? വചനത്തെ പ്രമാണിക്കുന്നവനാണ്, എന്നെ കേട്ടനുസരിക്കുന്നവനാണ്. ഇന്ന് പകൽ അവരുടെ മേലത്രേ ക്രിസ്തുവിൻ്റെ ജീവനെ പകരപ്പെടുന്നത്. ഹല്ലേലൂയ. അവനെ അനുസരിക്കുന്നവരത്രേ. ഹല്ലേലൂയ. നാമമാത്ര വിശ്വാസിയുടെ മേൽ യേശുവിൻ്റെ ജീവനില്ലേ ഇല്ല. ഉറപ്പോടെ ദൈവസന്നിധി നിൽക്കുന്നവൻ്റെ ഗ്രാഫിനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മാറ്റും. നിനക്ക് ഹല്ലേലൂയ, നിനക്ക് അസാധ്യമായി നോക്കുന്ന ഏത് വിഷയം വന്നാലും അതിൻ്റെ മുകളിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരപ്പെടുന്നു വരികിൽ ഏത് പ്രതിസന്ധിയെ നിങ്ങൾ ജയിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഏത് പ്രതിസന്ധി, ഇന്ന് കാണുന്ന ഏത് പ്രതിസന്ധിയെയും നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റും. ഏത് പ്രതികൂലത്തെയും നിങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരപ്പെടും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനത്തിലും ക്രിസ്തുവിൻ്റെ കൃപയിലും നിലനിൽക്കുന്നവരെങ്കിൽ ഇന്ന് പകലും നിങ്ങളുടെ അകത്തറിഞ്ഞു, ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധി മുഴുവൻ നിങ്ങൾ ജയമെടുക്കും. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിനകത്തൂടെ വന്നാലും, ഏത് നിന്ദയ്ക്കകത്തൂടെ വന്നാലും, ഏത് പരിഹാസത്തിനകത്തൂടെ നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞോ ആ നാട്ടുകാരെ കൊണ്ട് തമ്പുരാൻ തിരിച്ചു പറയിക്കുന്ന കാലം വിദൂരമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ദൈവ സന്നിധിയിൽ ഒരു വിശ്വസ്തത നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. പൗലോസിനെ ശീലാസിനെ നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ വരുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറയാ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. എവിടെ കിടന്നുകൊണ്ടാ? തടവുകാർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നിങ്ങളുടെ അകത്ത് കിടക്കുന്നുണ്ടോ? സാഹചര്യം നോക്കിയ പൗലോസും ശീലാസും ആരാധിക്കാൻ പറ്റത്തില്ല. സാഹചര്യത്തിനപ്പുറേ ജീവനുള്ളവൻ ആരാധിക്കാൻ തുടങ്ങി. ഇവിടെ പറയുന്നു, തടവുകളെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെ തുറന്നു, എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു.
ഇന്ന് പകൽ ആത്മാവിനകത്ത് നിങ്ങളൊരു തിരിച്ചറിയണം, ക്രിസ്തുവിന്റെ ജീവൻ പകരപ്പെട്ടവനാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങുവാൻ തുടങ്ങും. അടയപ്പെട്ട വാതിലുകളെ തുറക്കുന്ന സ്വർഗത്തിന്റെ ദൂതന്മാരുണ്ട്. ചങ്ങലയും ബന്ധനങ്ങളും അഴിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഇവിടെ പകൽ പരിശുദ്ധാത്മാവിനെ അറിയാം, രാത്രിയുടെ യാമത്തിനകത്ത് സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കിയെങ്കിൽ ഒരൊറ്റ കാരണമേ അവരുടെ മേലുള്ളൂ, ക്രിസ്തുവിന്റെ ജീവൻ അവരുടെ മേലുള്ളതിനാൽ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തറിഞ്ഞോ, പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മേലുണ്ടെങ്കിൽ തമ്പുരാൻ നിനക്ക് വേണ്ടി അടയപ്പെട്ട വാതിലുകളെ തുറക്കുക തന്നെ ചെയ്യുക. മനുഷ്യനല്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുക. നിന്റെ തലമുറയെ നോക്കി പ്രവചിച്ചവരാണ്, നിന്റെ തലമുറ ഗുണം വരത്തില്ല, ഇങ്ങനൊക്കെ അങ്ങ് പോകത്തൊന്ന് നാട്ടുകാർ പറയും. നാട്ടുകാർ നോക്കി നിൽക്കെ തലമുറയെ മാനിക്കുവാൻ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് കാണുന്ന ഏത് ശൂന്യതയെ മാറ്റി എഴുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്തുകൊണ്ട് ബൈബിൾ പറയുന്നു, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ പിതാവിന്റെ വചനം കേട്ടനുസരിക്കുന്നവനെല്ലാം എന്റെ സഹോദരന്മാരും എന്റെ സഹോദരിമാരുമാ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, പിശാച് വരുന്ന നടക്കാനും മുടിക്കുവാനും ആണെങ്കിൽ ഞാൻ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. ഇന്ന് പകൽ ആത്മാവിനകത്തറിഞ്ഞു, നിന്നെ കുറിച്ച് പറഞ്ഞു വെച്ചതല്ല സ്വർഗം പറയുന്നത്. ഹല്ലേലൂയ. നിന്നെ കൂട്ട് ദേശക്കാർ പറഞ്ഞതല്ല സ്വർഗം പറയുന്നത്. അവൻ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുമ്പോഴും അവർക്ക് ഒരു കാര്യം അറിയാം, യേശുവിന്റെ ജീവൻ അവരുടെ മേലുള്ളതിനാൽ. പൗലോസും ശീലാസും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗം ഇറങ്ങിയിരുന്നെന്നല്ല പറഞ്ഞ്, സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കി അതിന്റെ വാതിലുകൾ തുറന്നെങ്കിൽ ഇന്ന് പകൽ ഈ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നീ നിൽക്കുന്നത് വിശ്വസ്തയോടെ ആണെങ്കിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ നിൽപ്പ് കറക്റ്റ് ആണെങ്കിൽ, നീ നടപ്പ് കറക്റ്റ് ആണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്നതിൽ മടുത്തു പോകാത്തവനാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഇടം കൊടുക്കുന്നവനാണെങ്കിൽ, നിന്റെ ഭവനം കർത്താവിനെ അറിയുന്ന ഭവനമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം അറിഞ്ഞു, ഈ നാളുകൾ കഴിയുന്നത് അത്ഭുതകരമായ വിടുതലോടുകൂടിയായി മാറും. നിന്നെ ഉയർത്തുവാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ടോ എന്നിന്ന് ശോധന ചെയ്തു നോക്കണം. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ടോ? ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി, ഞാൻ കർത്താവിന്റെ എത്ര വിശ്വസ്തതയിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. ഈ പ്രതിസന്ധിയെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഈ രോഗത്തെ ഞാൻ ജയിക്കുന്നവനായി മാറും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുക, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ബൈബിൾ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവിന്റെ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ബൈബിൾ പറയുന്നതിൻ്റെ എഴുന്നേറ്റ് പ്രകാശിക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ് അവൻ്റെ തേജസ്സിനെ എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്, അവൻ്റെ കൃപയെ എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നു, അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവൻ്റെ തേജസ് ഇന്ന് ആത്മാവിനകത്ത് യേശുവിൻ്റെ തേജസ്, യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ തേജസ് എൻ്റെ മേൽ യഹോവയായ ദൈവം പകർന്നിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്നവനായി മാറും. ദേശത്തിന് ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുന്നവനായി മാറും. ചാർച്ചക്കാരുടെ ഞാൻ പ്രകാശിക്കുന്നവനായി മാറും. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മേലുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ കർത്താവിൻ്റെ ആത്മാവിനകത്ത് ഞാൻ പറയാം, വഴികളെ തുറന്നു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ എടുക്കണമെന്നില്ല, പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലേക്ക് കടത്തുമ്പോഴും, കാരാഗ്രഹത്തിൽ ചങ്ങലകൾക്കകത്ത് ബന്ധിതനായി കിടക്കുമ്പോഴും ക്രിസ്തുവിന്റെ ജീവനുള്ളവൻ ഈ ജനം വട്ടം കൂടിയിരിക്കുന്നു. നാളെ പ്രഭാതമാവോ ഹെരോദാവിന്റെ കൽപ്പന വരും, പത്രോസിന്റെ ശിരസിനെ ഛേദിക്കുവാൻ വേണ്ടി കൽപ്പന വരാൻ പോകുക. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ 1-ാം വാതിലും 2-ാം വാതിലും തുറന്ന് പട്ടണത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം പത്രോസിനോട് ചോദിച്ചാൽ ഒന്നേ പത്രോസിന് പറയാവുള്ളൂ,
ഉള്ളൂ. അവന്റെ ജീവൻ എൻ്റെ മേലിരിപ്പുണ്ട്, അവന്റെ കൃപ എൻ്റെ മേലിരിപ്പുണ്ട്. ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? അവന്റെ കൃപ എൻ്റെ മേലിരിപ്പുണ്ട്. പത്രോസിന് പറയാം ഒന്നേ അറിയത്തുള്ളൂ, പത്രോസിന് പറയാം ഒന്നേ ഉള്ളൂ, അവന്റെ തേജസ് എൻ്റെ മേലുണ്ട്, അവന്റെ കരുണ എൻ്റെ മേലുണ്ട്, അവന്റെ കൃപ എൻ്റെ മേലുണ്ട്. അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എത്ര പേര് ഈ ഹോളിനകത്ത് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? പത്രോസ് വിളിച്ചു പറയുന്നു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. യോഹന്നാനും വിളിച്ചു പറയുന്നു, എന്നിലുള്ളവൻ ലോകത്തിലേക്കുള്ള വലിയവനാ. ഇന്ന് നിനക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? എന്റെ കൂടെ ഇരിക്കുന്നവൻ, എന്റെ കൂടെ ഇരിക്കുന്നവൻ അവൻ ലോകത്തെ ജയിച്ചവന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും അമി ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് അപ്പോസ്തലൻ കിടക്കുമ്പോഴും അമി രാജകൊട്ടാരത്തിനകത്ത് ഹല്ലേലൂയ അവനെ കൊല്ലുന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ സ്വർഗത്തിനകത്തൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. സ്വർഗത്തിന്റെ ദൂതൻ പറയുക, അമി പത്രോസിനെ വിടുവിക്കുക, ഞങ്ങൾ പോകാം. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞോ, നീ ക്രിസ്തുവിന്റെ ജീവനുള്ളവനാണെങ്കിൽ നിന്നെ വിടുവിക്കാൻ സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങും. ഇന്ന് പകൽ ആത്മാവിനകത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പത്രോസ് പോലും അറിയാതിരിക്കുമ്പോൾ ആമി ക്രിസ്തുവിന്റെ ജീവനെ പകരപ്പെട്ടവനാണെങ്കിൽ അവന്റെ മേൽ ആമി കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കപ്പെടുകയും ചങ്ങലകൾ അഴിക്കപ്പെടുകയും പത്രോസ് പറയുന്ന ഒരു ദർശനം കാണുന്ന ലാഘവത്തോടുകൂടി ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് ആമി പട്ടണത്തിന്റെ വാതിക്കൽ വരുമ്പോൾ പട്ടണത്തിന്റെ വാതിക്കൽ പത്രോസിന് വേണ്ടി തനിയെ തുറന്നു കൊടുത്തെങ്കിൽ ഒരൊറ്റ കാരണമേ അതിനകത്തുള്ളൂ, ക്രിസ്തുവിന്റെ ജീവൻ ആമി പത്രോസിന്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ഇന്ന് ആത്മാവിനകത്തറിയണം, അതേ ജീവൻ എൻ്റെ മേലുണ്ടെങ്കിൽ, അതേ ജീവൻ എൻ്റെ മേലുണ്ടെങ്കിൽ ഈ ഒന്നാം വാതിലും രണ്ടാം വാതിലും പട്ടണത്തിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി ദൈവം തനിയെ തുറക്കപ്പെടും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നിന്ദയ്ക്കകത്തുനിന്നു, ഞാൻ അനുഭവിക്കുന്ന പരിഹാസത്തിനകത്തുനിന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, എനിക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. എനിക്ക് വേണ്ടി തുറന്നു തരുന്ന വ്യാപരിക്കുന്നത് അവന്റെ ജീവനാണെങ്കിൽ ഇന്ന് പിശാച് അറക്കാനും മുടിക്കാനും വരുന്നെങ്കിൽ, പത്രോസ് നിന്നെ കൊല്ലുവാൻ വേണ്ടി പിശാച് ഒരു തന്ത്രം മെനഞ്ഞെങ്കിൽ, ക്രിസ്തു പറയുക, ഞാൻ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നവനാ. ആമി പിശാച് പറയുക, പത്രോസ് നിന്റെ ശുശ്രൂഷ അവസാനിച്ചു കേട്ടോ, ഇനി നീ മുന്നോട്ട് പോകത്തില്ല, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ കഴിഞ്ഞു, ഇനി നീ മുന്നോട്ട് പോകത്തില്ല. ആമി പുറത്തു നിൽക്കുന്ന ജനം പറഞ്ഞു, പത്രോസിന്റെ കാലം കഴിഞ്ഞു കേട്ടോ, പത്രോസ് ഇനി മുന്നോട്ട് വരത്തില്ല. പത്രോസ് യാക്കോബിനെ കൊന്നിട്ടുണ്ട് കേട്ടോ, നാളെ നേരം വെളുക്കും പത്രോസിനെ കൊല്ലും. ആമി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, പിശാച് അറക്കാനും മുഴിക്കാനാണെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. യേശുവിന്റെ ആമി ഇന്ന് പകൽക്കാലം യേശുവിന്റെ ജീവനുള്ളവൻ ആമി കാരാഗ്രഹത്തിന്റെ പുറത്തു വരുമ്പോ ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ പത്രോസ് നിന്നുകൊണ്ട് സുവിശേഷം പറയുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, എന്റെ ഭാവിയെ അറിയുന്നവൻ ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനുഷ്യൻ പറയുന്നിടത്തല്ല സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പത്രോസിന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, പത്രോസ് ദൈവസന്നിധി വിശ്വസ്തനായിരുന്നു. രണ്ട്, യേശുവിന്റെ ജീവൻ പത്രോസിന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് പകൽ നീ വിശ്വസ്തനാണ്, ധൈര്യത്തോടെ വിളിച്ചു പറ, ഈ കഷ്ടതയെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ദൈവസന്നിധി വിശ്വസ്തനാണോ? ഇന്ന് പകൽക്കാലം നിന്ദിച്ചവരുടെ മധ്യത്തിൽ എന്റെ ദൈവം എന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ആമി ഇന്ന് പകൽക്കാലം മനുഷ്യൻ പറയുന്നതല്ല, ഇന്ന് പകൽക്കാലം ആത്മാവിൽ അറിയേണ്ടത്. ആമി മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്തല്ല, ഇന്ന് ഈ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിൽ സംഭവിക്കും, എന്റെ തലമുറയ്ക്കകത്ത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം പിശാചിന് ഞാൻ ഇടം കൊടുക്കുന്നവനല്ല, പിശാച് വരുന്ന അറക്കാനും മുടിക്കാനാണെങ്കിൽ എന്റെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് സമൃദ്ധിയായി ജീവനെ നൽകുന്നവനാണ്, സമൃദ്ധിയായി ജീവനെ നൽകുന്നവനാണ്. ഹല്ലേലൂയ. എത്ര വലിയ കാറ്റ് വന്നാലും എത്ര വലിയ പ്രതികൂലം വന്നാലും അതിന്റെ മധ്യത്തിൽ എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് വിളിച്ചു പറയണം, എന്റെ മേലിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. മരണകരം, അത് പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, മരണകരമായി എന്ത് കടിച്ചാലും കുടിച്ചാലും എനിക്കൊരു ഹാനിയും വരത്തില്ല. കാരണം എന്തെന്നറിയാമോ? ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവനുണ്ട്. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നവൻ, ഞങ്ങളെ നിർത്തുന്നവൻ സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണം, എന്റെ ചുറ്റും
ദൂതന്മാരിപ്പുണ്ട്. ഹല്ലേലൂയ, ദൂതന്മാർ എനിക്ക് കാവലായിരിപ്പുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് ഈ പകൽ ഏറ്റെടുക്കുന്നുണ്ട്? കുറച്ചാമേ സ്വർഗം ചെയ്തത് മുഴുവൻ കൃപയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണ ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേലുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇതൊരു ദുഷ്ട തലമുറയാണ്. ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വന്നപ്പോൾ പറയുക ഇതൊരു ദുഷ്ടന്മാർ തലമുറയാണ്. ആമി കർത്താവ് ശുദ്ധീകരിച്ചു. ആമി പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു, അടിച്ചു വാരി വൃത്തിയാക്കി. പിശാച് വീണ്ടും വരുമ്പോ ആമി ഇന്ന് പിന്മാറ്റത്തിൽ പോകുന്നവർ ഓർത്തു നോക്കിക്കോണം. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ തലമുറ മുഴുവൻ ആമി തകരപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുകയും മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ജീവനിൽ വിശ്വസിക്കുകയും പിശാച് വരുന്ന നടക്കാനും മുടിക്കുവാനും ആണെങ്കിൽ ഇന്ന് പകൽ ഒരു മടങ്ങി വരവ് നിന്റെ ജീവിതത്തിന് ആവശ്യമാണ്. യേശു പറയുന്നു ഞാൻ സമൃദ്ധിയായി ജീവനെ നൽകുന്നവനാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടണമെന്ന് വരിക. നാം ഈ ലക്ഷ്യം പിശാചിന് നിങ്ങളോടുണ്ട്. പിശാചിന് ജയമെടുക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ഇന്ന് പകൽ എത്ര പേര് വെച്ചെടുക്കുന്നു? സങ്കീർത്തനക്കാരൻ 24-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുക മഹത്വത്തിന്റെ രാജാവ് ആരാണ്? ബലവാനും വീരനുമായ യഹോവ. അവൻ യുദ്ധവീരനായ യഹോവ തന്നെ. മഹത്വത്തിന്റെ രാജാവ് ആരാണ്? അവൻ ബലവാനാണ്, അവൻ വീരനാണ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പറയണം ആമി എന്നെ ബലത്തോടെ നിർത്തുന്നത് അവനാണ്. ഹല്ലേലൂയ, നമ്മുടെ കഴിവോ പ്രാപ്തി കൊണ്ടോ അല്ല അവൻ നമ്മളെ നടക്കുമാറാക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഇവൻ നടക്കുമാറാക്കിയത്, അവന്റെ കൃപയൊന്നു മാത്രമാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അറിയണം എൻ്റെ മേൽ പകരപ്പെടുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിന്റെ ജീവനാണ് എൻ്റെ മേൽ പകരപ്പെട്ടതെങ്കിൽ, യേശുവിന്റെ ജീവനാണ് നിങ്ങളുടെ മേൽ പകരപ്പെടുന്നെങ്കിൽ ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ? ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ, ബൈബിൾ പറയുക സങ്കീർത്തനക്കാരന്റെ പുസ്തകം 82-ാമത്തെ വാക്യത്തിൽ വന്ന് പറഞ്ഞു നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് നിങ്ങളൊക്കെയും അത്യുന്നതന്മാരുടെ പുത്രന്മാർ എന്ന് ഞാൻ പറയും. നിങ്ങൾ ആ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളൊക്കെയും അത്യുന്നതന്മാരുടെ പുത്രന്മാർ എന്ന് ഞാൻ പറയും. ഈ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഈ ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ഹല്ലേലൂയ, മരണം സാധാരണമായിരിക്കാം, പക്ഷെങ്കിൽ നീ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. ആമേൻ, ആത്മാവിൻ്റെ നിയോഗത്തിനകത്ത് അറിയണം പിശാചിൻ്റെ ലക്ഷ്യം അറക്കാനും മുടിക്കാനാണെങ്കിൽ. ആമീൻ, പൗലോസ് പറയുന്നു ഞങ്ങൾ 2 പ്രാവശ്യം നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിച്ചു, എങ്കിലും സാത്താൻ ഞങ്ങളുടെ വാതിലുകളെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ, പൗലോസിന് മേൽ പകരപ്പെട്ട പൗലോസ് താഴെയുള്ള തുടർമാനമായ വാക്യങ്ങൾ പറയുന്നു ആമേൻ, നിങ്ങൾക്ക് കൃപ തരുവാൻ വേണ്ടി ഞാൻ വരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ പിശാച് അടച്ചു കളഞ്ഞു. ഇന്ന് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ ആ ജീവൻ അത്രയും നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽക്കാലം പറഞ്ഞ ചില ഉദാസീനതയോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ചിലത് സാരമില്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളറിയണം അതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. ഹല്ലേലൂയ, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ മുടക്കുമ്പോഴും പിശാചിൻ്റെ തന്ത്രം വളരെ ഗൗരവത്തോടുകൂടെ വേണം. ഹല്ലേലൂയ, ഈ പ്രവാസകാലം ഭയത്തോടെ ജീവിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പകലി ആത്മാവിനകത്ത് നിങ്ങളുടെ അകത്ത് വ്യക്തതയോടുകൂടി നിങ്ങളുടെ അറിയണം ആമേൻ, ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ജീവനിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, പ്രത്യാശയില്ല നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഇന്ന് പകലി പരിശുദ്ധാത്മാവിനകത്ത് അറിയണം ആമേൻ, എന്നെ നടത്തുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരുവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ ആലയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആലയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മാത്രമായി മാറണം. ആലയത്തിനകത്ത് മറ്റൊന്നും വരാൻ പാടില്ല. ആമേ, യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിനെ ആരാധിക്കുന്ന കൂട്ടമായി മാറണം. ഹല്ലേലൂയ, ഇന്നിപ്പോൾ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തരണം ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ. 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല ഞാൻ പറയുന്നത്. ആമേൻ, ദിനം പ്രതി ദൈവവുമായിട്ടുള്ള ബന്ധം കൂട്ടായ്മ നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരം. ഒറ്റ വാക്യോട് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ, 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ബൈബിൾ പറയുക, നിങ്ങൾ സകലത്തിലും എപ്പോഴും
പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയും തരുവാൻ അവ സർത്തനായ ദൈവമാം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൈവം മാറ്റും. ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ മേലിരിക്കുന്നെങ്കിൽ, പിശാച് അറക്കാനും മുടിക്കാനാണെങ്കിൽ യേശു പറഞ്ഞ ഞാൻ സമൃദ്ധിയായ ജീവനാണ്. ഈ ജീവൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി വരും. നിങ്ങൾക്ക് മറ്റുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കാണത്തില്ല, പരാതികൾ കാണത്തില്ല. കാരണം കർത്താവ് ചെയ്യുന്ന മുഴുവൻ സൽപ്രവൃത്തിയും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞാൽ നിങ്ങളുടെ അരികിൽ വരുന്നത് കൃപയെ തരുവാനാ. ആമേൻ. കൃപാവരങ്ങളെ നിങ്ങളുടെ മേൽ തരുവാനാ. ഇവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ ജീവനിൽ നിൽക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ, വഴി നടത്തുന്നവൻ, അവനൊരു അനുഗ്രഹമാവും. എത്ര പേര് വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കും? ഹല്ലേലൂയ. പിശാച് വരുന്നത് അറക്കാനും മുടിക്കാനാണെങ്കിൽ എൻ്റെ കർത്താവ് വന്നത് സമൃദ്ധിയായി എൻ്റെ മേൽ ജീവനെ തരുവാനാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് ഞാൻ വാക്കിൽ പറഞ്ഞത്. 43-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നതുമില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. പിശാച് ഇന്ന് വിട്ടു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മടങ്ങി വരുവാൻ അത് തന്ത്രപ്പെടുന്നുണ്ട്. അവൻ പറയുന്നു, പിശാച് തിരിച്ചു വരുമ്പോൾ ആമേൻ ആ വീട് മുഴുവൻ വൃത്തിയാക്കി നിന്റെ സ്വഭാവം മാറി ക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവനുള്ളവനായി നീ മാറി. ആമേൻ. അത് അലങ്കരിച്ചത് കണ്ടത് മടങ്ങിപ്പോകുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ഇന്ന് പകലറിയണം, പിശാചിന് ഇടം കൊടുക്കല്ലേ. ക്രിസ്തുവിൻ്റെ ജീവൻ വന്നാൽ ആ ജീവനുള്ളവൻ ആമേൻ ആരാധനയിൽ നിന്ന് പിന്മാറി നിൽക്കല്ലേ. സാഹചര്യം പ്രതികൂലമാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ വരുമാനം കൊണ്ട് വേണമെങ്കിലും പിശാച് തരും. നിങ്ങളെ ആദരിക്കുന്ന പലതും കൊണ്ട് തരും. ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. പക്ഷേ ആരാധന ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ നിങ്ങളറിയാതെ പിശാച് ഇടം കയറിയ. ഇന്ന് പകലിൽ ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ അറിയണം, ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി നിങ്ങൾ കറക്റ്റാണെങ്കിൽ അബ്രഹാം വൃദ്ധനാകുമ്പോഴും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. നിങ്ങളൊരു അനുഗ്രഹമാകണമെങ്കിൽ ഇന്ന് പകലിൽ ഉടമ്പടി കറക്റ്റാക്കണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ ഉടമ്പടി നിങ്ങൾ എന്ത് ചെയ്യുന്നോ ക്രിസ്തുവിനായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യർക്കെന്ന പോലല്ല, ദൈവത്തിനെന്ന പോലെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഇടയട്ടെ. ഫാദറെ, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങയുടെ മഹത്വം, കർത്താവിൻ്റെ കൃപ ഈ പകലിൽ പകരപ്പെടുവാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടതിനായി ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, കർത്താവിൻ്റെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെട്ടതിനാലും കർത്താവിൻ്റെ കൃപ ഈ പകരപ്പെട്ടതിനാലും ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുക. കർത്താവ്, ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടണമേ കർത്താവേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെ അങ്ങ് സൗഖ്യമാക്കണമേ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, അവരെ കർത്താവ് കൃപ ചെയ്യണമേ. വിവാഹത്തെക്കുറിച്ച് വിവാഹത്തിന് സമയമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം നീട്ടണമേ കർത്താവെ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. പിശാച് അറക്കാനും മുടിക്കാനാണെങ്കിൽ എൻ്റെ കർത്താവ് സമൃദ്ധിയായി ജീവനെ നൽകുന്നവനാ. കടഭാരത്തിൽ നിൽക്കുന്നവരുണ്ട് കർത്താവ്, അവരുടെ മേൽ കരം നീട്ടണമേ. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി കർത്താവ് കരുതണമേ കർത്താവെ. വിദ്യാഭ്യാസത്തിൽ പഠിച്ചുകൊണ്ട്
പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ നല്ല നിലയിൽ മാർക്കോടുകൂടി പാസ്സാകുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. കർത്താവേ ആമേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അധികമായി വളരുവാൻ, ക്രിസ്തുവിന് വേണ്ടി അധികമായിട്ട് വളരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, അങ്ങ് കരം നീട്ടി ഞങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ വലിയൊരു വിടുതലുകൾ കർത്താവ് നടക്കണമേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മുതൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ കർത്താവേ. ആമേ, ഞങ്ങൾ 100 ദിനങ്ങളോളം ദൈവസന്നിധി നെടുമ്പാട് വീട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടണം കർത്താവേ. ഞങ്ങൾ കർത്താവ് വിശ്വാസത്താലായി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഈ 100 ദിനങ്ങൾക്കുള്ളിൽ വലിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവനെ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുക. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുക. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ